അമ്മച്ചി. ആരാ നിന്റെ അമ്മച്ചി? ചേച്ചി. എന്താ മോനെ? മേക്കപ്പ് ചെയ്യുന്ന പുഷ്പലത ചേച്ചിയുടെ വീട് ഇതാണോ? അതെ മോനെ, അവളെന്റെ മോളാണ്. ഒന്ന് വിളിക്കാവോ? വിളിക്കല്ല. പുഷ്പലതേ. എന്താ അമ്മേ? ആരാ? ഞാനേ ഇന്നലെ കല്യാണം കഴിഞ്ഞ സുശീലയുടെ ഹസ്ബൻഡാണേ. സുശീല പറഞ്ഞ് പുഷ്പലത ചേച്ചിയാണ് സുശീലക്ക് മേക്കപ്പ് ചെയ്തെന്ന്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ല മേക്കപ്പ് ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ച് ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് തരാന്ന്. ചേച്ചിക്കുള്ള ഗിഫ്റ്റാണ്. എന്നാ ഗിഫ്റ്റാ? ഐഫോൺ? അമ്മേ എനിക്ക് ഐഫോൺ അമ്മേ. ഇതെന്താടോ ഐഫോണിന്റെ കവറിന്റെ ഉള്ളിൽ കൊണ്ട് നീ പാട്ട ഫോൺ വെച്ച് എന്നെ പറ്റിക്കണ? ഞാൻ എന്തോരം കുതിച്ചെന്നറിയാമോ ഒരു ഐഫോൺ കിട്ടുമെന്ന് വിചാരിച്ച് മോഹിപ്പിച്ച് കളഞ്ഞില്ലേ? മോഹിച്ച കൊതിച്ചാ നീ. ഇതുപോലെയാണ് എന്റെ അവസ്ഥ. നീ ഇന്നലെ മേക്കപ്പ് ഇട്ട് സുന്ദരിയാക്കി ഒരുത്തിനെ കൊണ്ടുവന്ന സുശീല. ആ മേക്കപ്പ് അങ്ങോട്ട് കഴുകി കളഞ്ഞപ്പോഴേ നീ ഫോൺ കണ്ടയിലും ദയനീയമായിരുന്നു എന്റെ അവസ്ഥ. എന്റെ അമ്മ എന്നോട് ചോദിക്കണേ, നീ ഒരു സുന്ദരി പെണ്ണിനെ കല്യാണം കഴിച്ച് ഒരു ദിവസം ആണെന്നുമ്പോ നീ വേറെ ഒരുത്തിനെ കൊണ്ടുവന്നില്ലെന്ന്. ആ ഷോക്കിന്ന് എന്റെ അമ്മ ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. ഒരാളെ ഇങ്ങനെ പറ്റിക്കരുത്. അതിന്റെ ഫീലിംഗ് അറിയാൻ വേണ്ടി നിനക്ക് ഐഫോണിന്റെ കവർ ഞാൻ പാട്ടപ്പോ കൊണ്ടുവന്നത്. പോട്ടെ. എടി മോളെ, എന്താ അമ്മേ? നിനക്ക് വേണ്ടെങ്കിൽ ഈ ഫോൺ ഞാൻ എടുത്തോട്ടേടി. ഒന്ന് പോന്നല്ലേ, സ്വന്തം മോളാ വല്ലേ അത് തെറി പറയുമ്പോ തള്ളയുടെ ഒരു ഫോണ്.